മോഹിനി സക്സസ്ഫുൾ ആയിട്ടുള്ള മൂവ് ചെയ്തുകൊണ്ട് ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസറാണ് ഞാൻ ഈ നമ്പേഴ്സ് നോക്കാറില്ല. എത്ര സിനിമ നിങ്ങളിപ്പോൾ 65 സിനിമ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കും. ഞാൻ ഓർമ്മിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നുള്ള പ്രധാനം. ഞാൻ ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അത് ഓക്കെ. പക്ഷെ മറ്റുള്ളവർക്ക് അത് എത്ര ഇമ്പ്രസ് ചെയ്തു എന്നുള്ള സാധനം. ചീട്ട് കളിക്കുമ്പോൾ ചീട്ട് കളിച്ചിട്ട് രാത്രി പോയി കണ്ണടച്ചിരുന്നാലും കംപ്ലീറ്റ് ചീട്ടുകളായിരിക്കും നമ്മുടെ മുന്നിൽ. അതുപോലെ സിനിമയിലുള്ള എല്ലാവർക്കും നിങ്ങൾ കഥ നടക്കുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫ്രെയിംസ് ആയിട്ടാണ് എന്നെ കാണുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്. വെൽക്കം ടു ബോഹോ മീഡിയ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പി സുകുമാർ. സിനിമാറ്റോഗ്രാഫറാണ്, പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, ആക്ടറുമാണ്. അത്യാവശ്യ ഘട്ടങ്ങളിൽ അഭിനയിക്കുകയും ചെയ്യും. ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനം. ബാക്കി പാലക്കാടുള്ള കൊല്ലംകോട്ട് എന്ന ഗ്രാമത്തിൽ ജനനം. ഏറ്റവും നല്ല മനോഹരമായ 10 ഗ്രാമങ്ങളിലൊന്നായി സെലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഒരു ഗ്രാമമാണ് കൊല്ലംകോട്ട്. അതുകൂടെ പറയണം, അഡ്ജക്റ്റീവ്സ് ഒരിക്കലും കളയരുത്. അപ്പോൾ അതിനുശേഷം 7ാം ക്ലാസ്സിൽ ചെന്നൈയിലേക്ക് ഉപരിപഠനത്തിനായി പോകുന്നു. 80കളുടെ അവസാനത്തിൽ ചേട്ടൻ പി ചന്ദ്രകുമാറിൻ്റെ അനുഗ്രഹാശിസുകളോടെ സിനിമയിലേക്കുള്ള രംഗപ്രവേശനം. ആദ്യമായിട്ട് സിനിമയിൽ ചെയ്ത ജോലി എന്താണ്? ആദ്യമായിട്ട് ഞാൻ അസിസ്റ്റൻറ്റ് ക്യാമറാമാനായിരുന്നു. ഞാൻ തുടങ്ങിയത് മിസ്റ്റർ തോമസ്, അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി കുറേ കാലം മുമ്പ്. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. ഞാൻ പിറന്ന നാട്ടിലുള്ള ചേട്ടൻ്റെ തന്നെ ഒരു സിനിമയിൽ സോമേട്ടനും ലാലേട്ടനൊക്കെ അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. അതിൽ അസിസ്റ്റൻ്റായിട്ട് തുടങ്ങി, അസിസ്റ്റൻറ്റ് ക്യാമറാമാൻ. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, ഓപ്പറേറ്റീവ് ക്യാമറാമാൻ എന്നൊരു സ്ക്രീനിൽ പി സുകുമാർ എന്ന് പറഞ്ഞ പേര് ഒരു സിനിമയിൽ, ആദ്യഭാവം എന്ന് പറയുന്ന സിനിമയിൽ പി ചന്ദ്രകുമാർ ചെയ്തത്. അതിനുശേഷം ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സിനിമാറ്റോഗ്രാഫറായിട്ട് വന്നത് ഏത് സിനിമയിലാണ്? കൽപ്പന ഹൗസ് എന്നുള്ള സിനിമയിലാണ് എൻ്റെ ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ ചെയ്തത്. പക്ഷെ അതിൽ എൻ്റെ പേര് കിരൺ എന്നായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കുള്ള ഈ ഓക്യുപ്പേഷണൽ ഹസാർഡ് എന്ന് പറഞ്ഞുള്ള ഒരു സാധനത്തിൽ എൻ്റെ പേര് കിരൺ എന്നുള്ള രീതിയിൽ ഞാൻ അഭിനയിക്കുമ്പോൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് കിട്ടും. കിരൺ എന്നുള്ള പേര് സജസ്റ്റ് ചെയ്തത് ചേട്ടനാണ്. എൻ്റെ ചേട്ടൻ്റെ മോൻ്റെ പേര് കിരണാണ്. അപ്പോൾ ഇൻസിഡൻ്റലി എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും അവൻ്റെയും കോയിൻസിഡൻസ് 15 മാർച്ചാണ് ദീപം. അപ്പോൾ അതൊരു സ്ട്രേഞ്ച് കോയിൻസിഡൻസ് ആയിരിക്കാം. സ്വഭാവത്തിൽ അത്ര ഒന്നുമില്ല, എന്നെക്കാൾ ബെറ്റർ, നല്ല മനുഷ്യനാവൻ. അതിനുശേഷം ഏകദേശം 2 വർഷം, 1 വർഷത്തിന് ശേഷം ഈഗിൾ എന്ന് പറയുന്ന സിനിമയിൽ നായകനായിട്ട് രംഗപ്രവേശം. ഈഗിളാണ് ഞാൻ ആദ്യമായിട്ട് സോറി, ഞാൻ അതിനു മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ ആ സിനിമ പുറത്തു വന്നില്ല. ഓക്കെ. അപ്പോൾ അതൊരു ഞാൻ പലരുടെയും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചെന്നൈയിൽ വളരെ എന്താ പറയുക, കാഷ്വലായിട്ട് നടക്കുന്ന കുറച്ച് കുറ്റിത്താടിയും ഇങ്ങനെയൊക്കെ മുടിയൊക്കെ വളർത്തി തെറ്റി വളർത്തി അതിൻ്റെ റൈറ്റർ ചെന്നൈയിലേക്ക് വന്നപ്പോൾ അയാളെ റിസീവ് ചെയ്യാൻ ഞാനാണ് പോയിരുന്നു. അന്ന് എൻ്റെ കയ്യിലൊരു ബുള്ളറ്റാണ്. ആ ബുള്ളറ്റിലൊക്കെ ഇരുത്തി അയാളെ കൊണ്ടുവന്നപ്പം അയാൾക്ക് നിർബന്ധം ആ റോൾ ഞാൻ ചെയ്യണം. പക്ഷേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല അഭിനയിക്കുന്നത്. പക്ഷേ എല്ലാവരും കൂടെ പറഞ്ഞ് നിർബന്ധിച്ച് ഒരു ഓഡീഷനൊക്കെ വെച്ചു കേട്ടോ. പിടിച്ചു നിൽക്കാൻ പറ്റുമോ അറിയട്ടെ. ഇതൊക്കെ ചെയ്ത കുഴപ്പമില്ല പറഞ്ഞ് ചെയ്തു. പക്ഷേ ആ സിനിമ വന്നില്ല. ഒരു ത്രില്ലർ മൂവിയായിരുന്നു. ഓക്കെ. അന്ന് എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ പേര് 2-3 തവണ മാറ്റിയിരുന്നു. ഒരു ടൈറ്റിൽ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു യുദ്ധത്തിൻ്റെ അവസാനം എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മറ്റേ ഈ അഭിനയത്തിൻ്റെ സ്ലോട്ടിലേക്ക് തിരശീല നാമത്തിൽ പുറത്തു വന്ന സിനിമ കൽപ്പന ഹൗസ് ആണ്, കിരൺ എന്ന പേരുണ്ട്. എനിക്കാണ് ആ സിനിമയിലാണ് ഒരുപക്ഷെ ബിജു മേനോന്റെ ആദ്യത്തെ രംഗപ്രവേശനം എന്നുകൂടി തോന്നുന്നുണ്ട്. സിനിമയിൽ ആദ്യമായിട്ട് ബിജു മേനോനായിട്ട് താങ്കളുടെ ഒരു അടുപ്പം നോക്കുന്ന സമയത്ത് അടുപ്പം അന്ന് മുതലേ സ്റ്റാർട്ട് ചെയ്തതാണോ അതോ അന്ന് പരിചയപ്പെട്ടിട്ടായിരുന്നു? ആ സിനിമയിൽ അത്ര ഇന്ററാക്ട് ചെയ്യില്ല. പക്ഷെ അതിന്റെ ഇമ്മീഡിയറ്റ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വന്ന ജയരാജിന്റെ ഹൈവേ എന്നുള്ള സിനിമയാണ്. അതിൽ ബിജു അഭിനയിച്ചിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് തൊട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്. അപ്പോൾ അത് ഇപ്പോഴും തുടരുന്നു. പിന്നീട് 1993 സോപാനത്തിൽ ഏറ്റവും മികച്ച സിനിമാറ്റോഗ്രാഫർക്കുള്ള കേരള സ്റ്റേറ്റ് അവാർഡ് അങ്ങനെയും സംഭവിച്ചു. അന്നാണ് ഇങ്ങനൊരു സിനിമ, പി സുകുമാർ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറിനെ മലയാള സിനിമാ ലോകം അറിയുന്നത്. ഈ സോപാനം എന്ന സിനിമ ശരിക്കും ഒരു സിനിമാറ്റോഗ്രാഫിയിൽ അവാർഡ് കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ട് എന്ന് ഓർമ്മിച്ചെടുക്കാമോ? ഞാൻ ഓർമ്മിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നുള്ള പ്രധാനം. ഞാൻ ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അത് ഓക്കെ. പക്ഷെ മറ്റുള്ളവർക്ക് അത് എത്ര ഇമ്പ്രസ് ചെയ്തു എന്നുള്ള സാധനം. ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു. ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത് മെയിനായിട്ട് ഡയറക്ടർ ജയരാജ്
ജയരാജ് ഞാൻ ജയൻ എന്ന് വിളിക്കുന്ന ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് മിസ്റ്റർ തോമസ്, അദ്ദേഹത്തിന് ശേഷം. പക്ഷെ ഞാൻ മെയിനായിട്ട് വർക്ക് ചെയ്ത് വസന്ത് കുമാർ എന്നിട്ടുള്ള ക്യാമറമാൻ. അദ്ദേഹം ഭരതേട്ടൻ്റെ സ്ഥലം ക്യാമറമാനായിരുന്നു. ഇപ്പോൾ നീലക്കുറിഞ്ഞി, പുത്തപ്പോൾ, പിന്നെ ഒരു മിന്നാമിനുണ്ട് നുറുവട്ടം, അതിലൊക്കെ വർക്ക് ചെയ്യുമ്പം അങ്ങനെ ജയരാജായിട്ട് ഞാൻ ഭയങ്കര ക്ലോസായി. അത് അങ്ങനെയാണ് ഞാൻ സോപാനത്തിലെത്തുന്നത്. അപ്പോൾ സോപാനം ഞങ്ങളുടെ ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് ജയരാജ എന്നോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഞാൻ സ്ഥിരം ഇങ്ങനെ വേറൊരു പാറ്റേണിനാണല്ലോ വർക്ക് ചെയ്യുന്നത്, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഗ്ലാമറസ് ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ലൈറ്റിങ്ങൊക്കെ ഞാൻ ഇച്ചിരി കുറേ ഗ്ലാമറസ് ഒക്കെ ആയിട്ട് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ സ്റ്റിൽസും അന്ന് പിന്നെ മോണിറ്ററൊന്നും ഇല്ല. അത് ആ സമയത്ത് കണ്ടപ്പോൾ ജയൻ പറഞ്ഞു, ഇങ്ങനെ നമുക്ക് വേണ്ട, പടത്തിൻ്റെ മൂഡിന് ഒരു വേറൊരു പാറ്റേൺ ആയിരിക്കും നല്ലതെന്ന്. അങ്ങനെ ഞാൻ മാറ്റി, നെക്സ്റ്റ് ഡേ മാറ്റി. പക്ഷെ ആ നെക്സ്റ്റ് ഡേ മാറ്റിക്കഴിഞ്ഞ് സ്റ്റിൽസ് അന്ന് സുനിൽ ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം വലിയ മരിച്ചുപോയി. അപ്പോൾ സുനിൽ ആണ് എന്നോട് തേർഡ് ഡേ അതിന് പറഞ്ഞു ഇതിന് അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതൊരു പ്രചോദനമായിരുന്നു. അപ്പോൾ പിന്നെ ലൈറ്റിംഗ് പാറ്റേണൊക്കെ മാറ്റി കംപ്ലീറ്റ് വേറൊരു രീതിയിൽ ഷൂട്ട് ചെയ്തു. അങ്ങനെയാണ് സോപാനത്തിന് അവിടെ എത്തുന്നത്, അവാർഡിലേക്ക് എത്തുന്നത്. അവാർഡ് കിട്ടിയപ്പോഴാണ് പലരും ഞാനൊരു സിനിമാഗ്രാഫറാണെന്നുള്ള പോലും തിരിച്ചറിയുന്നത്. പിന്നെ പക്ഷേ വേറെ കാര്യമുണ്ട്, അവാർഡ് കിട്ടിയാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചിലർ നമ്മൾ അവാർഡ് ഫോട്ടോഗ്രാഫർ സിനിമ കാണാൻ തുടങ്ങും. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞ് പിന്നെ ജയരാജൻ്റെ ഒരു മെച്ചം എന്ന് വെച്ചാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്ന. അപ്പോൾ അങ്ങനെ ഹൈവേ എന്നുള്ള സിനിമ ചെയ്തു. അതൊരു ആക്ഷൻ ഫിലിമായിരുന്നു. അതിലും എനിക്ക് അത്യാവശ്യം നല്ല റെപ്യൂട്ടേഷൻ കിട്ടിയത്. അതാണ് ഡയറക്ടർ മിസ്റ്റർ കമൽ സാറ് എന്നെ അതിലേക്ക് മറ്റേ അഴകരാവിലേക്ക് ചൂസ് ചെയ്യാനുള്ള. എന്തായാലും ഒരു അവാർഡ് ഫോട്ടോഗ്രാഫറായിട്ട് മാറിയില്ല. 95-ൽ ഈ പുഴയും കടന്ന് അതിനുശേഷം 65ഓളം ബോക്സ് ഓഫീസ് ഹിറ്റുകൾ നൽകിയ സിനിമാറ്റോഗ്രാഫറായിട്ട് രക്ഷപ്പെട്ടു മാറി സുകുമാർ. അല്ല, പ്രൈമറിലി നമ്മുടെ ലക്ഷ്യം ഉദരനിമിത്തം ബഹുകൃത വേഷം. അപ്പോൾ അതുകൊണ്ട് കാശ് കിട്ടുക എന്നുള്ളൊരു മെയിൻ റീസണാണ്. നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി സുകുമാർ ശരിക്കാൻ അതിനെക്കുറിച്ച് നമ്മൾ ഈ അവാർഡിൻ്റെ ഈ ഫോട്ടോഗ്രാഫി ആ ഒരു ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ആ ബ്രിഡ്ജ് ഇപ്പോൾ കുറച്ചുകൂടെ ചെറുതായിട്ടുണ്ട്. കാരണം ആ ഒരു ഗ്യാപ്പ് വളരെ നാരോ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാളെ ക്ലാസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അയാൾ അവാർഡ്സ് ആൻഡ് മാസ് അല്ലെങ്കിൽ ആർട്സ് അങ്ങനെ. ഇപ്പോൾ അതിൻ്റെ ടോട്ടലി ആ ആറ്റിറ്റ്യൂഡും ആൾക്കാരുടെ കാണുന്ന ഒക്കെ മാറി. ഇപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ പണ്ട് സോക്കോള്ള ആർട്ട് ഫിലിം എന്ന് നമുക്ക് ഇത് ചെയ്യാവുന്ന പേരിടാവുന്ന ഒരു സിനിമ ഇപ്പോൾ പക്ഷെ വളരെ ഹിറ്റായിട്ടും കൊമേഴ്ഷ്യലിയും വളരെ ഹിറ്റായിട്ട് പോകുന്ന ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. വിച്ച് ഇസ് വെരി ഗുഡ്. കാരണം ഫോട്ടോഗ്രാഫേഴ്സിന് മാത്രമല്ല എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവർക്കും നല്ലതാണ്. നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പി സുകുമാർ അറിയപ്പെടുന്നത് സിനിമാറ്റോഗ്രാഫർ, നിർമ്മാതാവ്, സംവിധായകൻ, നടൻ. പിന്നെ ഇതിൻ്റെ കൂടെ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്നും കൂടി കാണുന്നുണ്ട്, ഓൺട്രപ്രൂണർ എന്നും കൂടി കാണുന്നുണ്ട്. എനിക്ക് ഫിലാന്ത്രോപ്പിസ്റ്റ് എന്താണ് ശരിക്ക് ഒന്ന് പറയാമോ? ഞാൻ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് വെച്ചാലേ നമുക്ക് ലൈഫിൽ ഒരു ഘട്ടമെത്തുമ്പോൾ നമുക്ക് പല ഐഡിയോളജീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ പേഴ്സണലായിട്ട് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ആയിരിക്കും അതിൽ നോട്ടിഫൈ ചെയ്യാൻ കാരണം. എൻ്റെ ഇപ്പോഴും എന്നുമുള്ള ഒരു ദുഃഖമാണ് ഒരു നമ്മളെ സ്വയം പ്രൊജക്റ്റ് ചെയ്യുമല്ലോ. ഞാൻ ഇത്ര നന്മയുള്ളവനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ഫിലാന്ത്രോപ്പിസ്റ്റായിട്ട് മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ഈ വേൾഡ്ലി ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്നെ അതിൽ നിന്നും ഇതുണ്ട്. കാരണം നമ്മുടെ സൊസൈറ്റി ഉണ്ടാവും, ഫാമിലി ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, പല കാരണങ്ങൾ കൊണ്ടും പിന്നെ നമ്മുടെ തന്നെ ആയിട്ടുള്ള ചിന്തകളുടെ പ്രശ്നങ്ങളും കൊണ്ട് മാറിയിട്ടുണ്ട്. അതായിരിക്കാം ഫിലാന്ത്രോപ്പിസ്റ്റുമായിട്ട്. പക്ഷേ എന്നാൽ കഴിയുന്ന സഹായങ്ങളും എല്ലാം അങ്ങനത്തെ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ പരമാവധി ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ കഴിയാതെ വരും, ചിലപ്പോൾ സക്സസ്ഫുൾ ആവും. ഓൺട്രപ്രണർ എന്നുകൂടി എഴുതി കണ്ടതുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ? ഓൺട്രപ്രണർ ആൻഡ് എ ഡിസാസ്റ്റർ അതും കൂടെ ആയാണ്. കാരണം തുടങ്ങിയ 2-3 ബിസിനസ്സൊക്കെ അമ്പേ പരാജയപ്പെട്ടു പോയി. കുറേ കാശ് പോയപ്പോൾ കുറച്ച് പാഠങ്ങൾ പഠിച്ചു. പക്ഷേ ബിസിനസ് കുഴപ്പമായി. ഓൺട്രപ്രണർ ആയിരുന്നു ഞാൻ 2-3 ഏരിയ റിയൽ എസ്റ്റേറ്റിലുണ്ടായിരുന്നു. പിന്നെ ഹോം അപ്ലയൻസസിൻ്റെ നമ്മൾ തന്നെ ലേബൽ ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റായിട്ട് തന്നെ സെൽ ചെയ്യാൻ നോക്കി. പക്ഷേ അതൊക്കെ കുറേ നമ്മുടെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയൊക്കെ.
8 സിനിമകളിൽ അഭിനയിച്ചു. സത്യത്തിൽ എനിക്കറിയില്ല കേട്ടോ എത്ര സിനിമയിൽ അഭിനയിച്ചു. എനിക്ക് തന്നെ പിടിയില്ല. ഞാൻ ഈ നമ്പേഴ്സ് നോക്കാറില്ല. എത്ര സിനിമ നിങ്ങളിപ്പോൾ 65 സിനിമ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കും. നിങ്ങൾ 40 സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. കാരണം എന്നെ ബാധിക്കുന്നില്ല അത്. 2012 ചേട്ടായിസും 2015 വടക്കൻ സെൽഫിയും. ഇത് അഭിനയിക്കാനുള്ള മോഹം നിരന്തരമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ്. മോഹം നിലനിൽക്കുന്നതുകൊണ്ടല്ല, തിരിച്ചാണ് സത്യത്തിൽ. എനിക്ക് ഇപ്പോൾ വടക്കൻ സെൽഫി വന്നപ്പോൾ പടം ഹിറ്റാ, ആ സിനിമ വളരെ നല്ല ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 4 സിനിമകളൊന്നും വന്നിരുന്നു അഭിനയിക്കാൻ. പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ചു. കാരണം എനിക്ക് എന്താ പറയുക, നമുക്കൊരു ത്വര അല്ലെങ്കിൽ വാഞ്ചൊന്നും അതിനോട് അത്ര തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ മിക്കവാറും അടുത്ത വർഷം ഒരു 2-3 പടത്തിൽ അഭിനയിക്കും, സിനിമയിൽ അഭിനയിക്കും. അത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾ കൈയടിച്ചോളാം കാണുമ്പോൾ സ്ക്രീനിൽ. തീർച്ചയായിട്ടും കാത്തിരിക്കുന്നു. ചേട്ടായസിൽ അഭിനയവും നിർമ്മാണവും, പക്ഷേ സിനിമാറ്റോഗ്രാഫി മറ്റൊരാളെ ഏൽപ്പിച്ചു. വിനോദ് ഇലമ്പള്ളി. എന്തെങ്കിലും കാരണങ്ങളുണ്ടോ അതോ? മൾട്ടി ടാസ്കിങ് എന്ന് നമ്മൾ പറയുന്നത് വളരെ ഇതാണ്, നല്ല കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. കാരണം ഒന്നാമത് പ്രൊഡക്ഷൻ ഞാനായിരുന്നു അതിൻ്റെ ഒരു. കാരണം മായാമോനി എന്നൊരു സിനിമ എടുത്ത ഇമ്മീഡിയറ്റാണ്, അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. അപ്പോൾ ഒരു മായാമോഹിനി സക്സസ്ഫുൾ ആയിട്ടുള്ള മൂവ് ചെയ്തുകൊണ്ട് ഒരു സക്സസ്ഫുൾ പ്രൊഡ്യൂസറാണ് ഞാൻ. അപ്പോൾ ഈ പാർട്ട്ണർഷിപ്പിൽ വന്നപ്പോൾ പ്രൊഡക്ഷൻ ഞാൻ തന്നെ, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഞാനായിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കുറേ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് വേറെ സിനിമാറ്റോഗ്രാഫർ, പിന്നെ വിനോദ് ഇലമ്പള്ളി എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ടുമാണ്. അങ്ങനെ ഡയറക്ടർ ഷാജുവിൻ്റെ അടുത്ത് സംസാരിച്ച് അങ്ങനെ സംഭവിച്ചു. 5 സിനിമകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. 5 അല്ലേ? എത്രണ്ണം കാശ് കിട്ടി, എത്രണ്ണം കാശ് പോയി? അത് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാം കൊണ്ടും ടോട്ടലായി നോക്കുകയാണെങ്കിൽ ലാഭമാണ്. ഓക്കെ. മോശമായിട്ടുള്ള ഫ്ലോപ്പായിട്ടുള്ള പടങ്ങളുണ്ട്. പക്ഷേ ദാറ്റ്സ് എ ഗാമ്പിൾ വി ടേക്ക്. എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് ചിലപ്പോൾ ഇത് അതുകൊണ്ട് ബൗൺസ് ആവും, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. ചില പടങ്ങളിൽ കിട്ടും, ചില സിനിമയിൽ പോവും. പക്ഷേ മായാമോഹിനി വൻ ഹിറ്റായിരുന്നു ശരിക്കും. യെസ്, മായാമോഹിനി നല്ല ഹിറ്റായിരുന്നു. നല്ല അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഹിറ്റുകളുടെ മലയാളത്തിലെ ഒന്നായിരുന്നു. അത് ദിലീപിൻ്റെ കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ സിബി ഉദയൻ, അതൊരു ടീം. മധു വാര്യരാണ് എൻ്റെ പാർട്ട്ണറായിരുന്നു. അപ്പോൾ അതിൻ്റെ റിലീസൊക്കെ ദിലീപും അതിൽ ഷെയർ ഉണ്ടായിരുന്നു റിലീസിങ്ങിൽ. പിന്നെ ഹംസ, സേവിയർ എന്ന് പറഞ്ഞ കാസ് കലാസംഘം, ഇവർ. കാരണം അവരോടുകൂടെ ഞാൻ പറയേണ്ട കാര്യമുണ്ട്. ആ സിനിമയുടെ സക്സസിൻ്റെ ഒരു മേജർ പാർട്ടാണ് അത് ഡയറക്റ്റായിട്ട്. കാരണം മറ്റുള്ളവർക്ക് അത് അറിയാൻ ആവശ്യമില്ല, നമുക്ക് ഇൻസൈഡ് ജോബ് ഇതായതുകൊണ്ട് നമുക്കത് അറിയാവുന്നത്. ചേട്ടായിസ് എന്ന സിനിമ സച്ചി, ഷാജുൻ കാര്യൽ, ബിജു മേനോൻ, സുരേഷ് കൃഷ്ണ, പി സുകുമാർ ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു സുഹൃത്ത് ബന്ധത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ യെസ്, തീർച്ചയായും. കാരണം മായാമോഹിനി കഴിഞ്ഞു, അതൊരു സക്സസ്ഫുൾ ഫിലിം ആയതുകൊണ്ട് ഞാൻ, അപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് ഞാൻ പറയുന്നു, ഒരു ഈ സച്ചിയുടെ സബ്ജക്റ്റ് കിട്ടിയപ്പം ഷാജുൻ ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് അവരെ എന്നെ കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്തു. ഞങ്ങളങ്ങനെ 5 പേരും. ഓഫ് കോഴ്സ് ഞങ്ങൾ ഓൾറെഡി എല്ലാവരും ഫ്രണ്ട്സാണ്, നമ്മൾ വളരെ ക്ലോസ് ഫ്രണ്ട്സായിരുന്നു. അങ്ങനെ ഈ സിനിമ തുടങ്ങിയപ്പം ഞങ്ങളൊരു ഫ്ലാറ്റിലെടുത്ത് ഞങ്ങളവിടെ താമസിക്കുകയും ഡിസ്കസ് ചെയ്യും ബാക്കിയെല്ലാം. പിന്നെ ഓൾമോസ്റ്റ് പലരും ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ആ ഫ്ലാറ്റിൽ കാൻഡിഡ് ക്യാമറ വഴി ഷൂട്ട് ചെയ്താണോ ആ സബ്ജക്റ്റ്. കാരണം ഞങ്ങളുടെ ലൈഫിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു ആ സിനിമ. കാരണം അപ്പോൾ മദ്യപാനായാലും ഭക്ഷണമായാലും കളിയാക്കലും ഫണ്ടും ഒക്കെ അതിൽ ലാലും കൂടെ ഇൻക്ലൂഡ് ആയിരുന്നു. അപ്പോൾ അതൊരു രസമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ചേട്ടായിസ്. ഷൂട്ട് ചെയ്യുമ്പോഴും ഫണ്ണായിരുന്നു. പിന്നെ ഞങ്ങളുടെ യാത്ര എല്ലാം ബേസിക്കലി ഈ ഫിലിം മേക്കിങ്ങിനെ എൻജോയ് ചെയ്യുക എന്നുള്ളൊരു സാധനമുണ്ട്. അത് ആ സിനിമയിൽ വളരെ മാക്സിമം എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു. ഭാഗ്യത്തിന് പടം സക്സസ്ഫുൾ ആയതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായി. ആ ഫ്ലാറ്റ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് ഫ്ലാറ്റ് വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ ടൈം എല്ലാം ഇത്രയും മാറ്റുമല്ലോ. അങ്ങനെ പിന്നെ ഓരോരുത്തരും അവരവരുടെ രീതിയിലുള്ള തിരക്കില്ലായ്മയും ഒക്കെ കൂടെ. അതിനുശേഷമാണ് സച്ചിയുടെ ഫസ്റ്റ് ഫിലിമായ അനാർക്കലി ചെയ്തത്. പക്ഷേ അനാർക്കലിയിൽ സിനിമാറ്റോഗ്രാഫർ ചേട്ടനായിരുന്നില്ല. ഞാൻ
സച്ചിയുമായിട്ട് ഈ സിനിമ ചെയ്യുന്നതിന് മുമ്പ് സച്ചിയുമായിട്ട് ഒരു സിനിമയും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത് പ്രൊഫഷണലായിരുന്നു. എബോവ് ദാറ്റ് എന്ന് വെച്ചാൽ നമ്മളൊക്കെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ സംസാരിക്കുകയും ഇൻഫാക്ട് സച്ചി ഷാഫിയുടെ പടം ഫസ്റ്റ് ചോക്ലേറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇൻസിഡൻ്റലി ഞങ്ങൾ ഒരേ ഹോട്ടലിലാണ് താമസിച്ചത്. പക്ഷെ പലപ്പോഴും സച്ചിൻ ഞാനും മാത്രമായി ഞങ്ങൾ മദ്യപിക്കുമായിരുന്നു. മദ്യപാന ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടൊക്കെ കുറേ നേരം സംസാരിക്കും, വാക്ക് തർക്കങ്ങൾ ഏർപ്പെടുകയും കണ്ടു നിന്നവർ ഞങ്ങൾ അങ്ങോട്ടും തല്ലുമോ എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായ സ്ഥിതി. അപ്പോൾ ഒരു പ്രൊഫഷണലിൻ്റെ അതിനപ്പുറമുള്ള ഒരു റിലേഷൻഷിപ്പായിരുന്നു ഞങ്ങൾ. അതുകൊണ്ട് സച്ചിയുടെ അനാർക്കലിക്ക് വിളിച്ചിട്ടില്ല, അങ്ങനെ അതൊന്നും പ്രശ്നമില്ല. അതിൻ്റെ നിർമ്മാതാവ് രാജീവ് നായർ ഓർഡിനറി പ്രൊഡ്യൂസ് ചെയ്ത അപ്പോൾ രാജീവ് നായരൊക്കെ നമ്മുടെ അവിടെ താമസിക്കും. ഇതൊന്നും അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എനിക്ക് തോന്നുന്നു ആവശ്യമില്ലെന്ന് തോന്നുന്നു സിനിമയിൽ. കാരണം ഒരുവിധം എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണ് സിനിമയിലുള്ള ആൾക്കാർ. പല ഡയറക്ടേഴ്സും നമ്മുടെ ഫ്രണ്ട്സാണ്, പല പ്രൊഡ്യൂസേഴ്സും നമ്മുടെ ആക്ടേഴ്സൊക്കെയാണ്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചില്ലാന്ന് വെച്ചാൽ അതൊരു ആ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തി ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. 2009 സ്വന്തമായിട്ട് സ്വന്തം ലേഖകൻ എന്ന സിനിമയിലൂടെ സംവിധാനത്തിൽ അരങ്ങേറ്റം. ആ സിനിമക്ക് തന്നെ കേരള സ്റ്റേറ്റ് ഡെബ്യൂ ഡയറക്ടറിനുള്ള അവാർഡ്. അതുവരെയുള്ള പല ചിത്രങ്ങളിലൂടെയും ദിലീപുമായിട്ടുള്ള അടുപ്പവും പരിചയവും വെച്ചും കൊണ്ട് ദിലീപിനെ നായകനാക്കി ഉള്ള സിനിമ. എങ്ങനെ നോക്കി കാണുന്നു സൊലെ എന്ന് പറയുന്ന സിനിമ? ബോറ് സിനിമയാണെന്നാണ് ചോദിക്കുന്നത്. എന്നല്ല, അതിനുശേഷം പിന്നെ സംവിധാനത്തിലേക്ക് കടന്നിട്ടില്ല. അപ്പം സംവിധാനം ഒരു ബുദ്ധിമുട്ടുള്ള ജോലി ആയതുകൊണ്ടാണ്. സംവിധാനം ബുദ്ധിമുട്ടുള്ള എനിക്കിങ്ങനെ ടൈം ടേബിളോ എൻ്റെ അജണ്ടയോ ഒന്നുമില്ല ലൈഫിൽ. ഞാൻ ഇന്ന പീരീഡിൽ ഇത് ചെയ്തോളാം, ഒരു പടം ചെയ്തുകൊണ്ട് സിനിമ ചെയ്തോളാം, ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ഇനി കുറേ സിനിമകൾ ഡയറക്റ്റ് ചെയ്യണം, ഒരു സിനിമ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും കുറേ സിനിമ, അങ്ങനെയൊന്നുമില്ല. ഞാൻ സർവൈവ് ചെയ്താൽ ഞാൻ ഹാപ്പിയാണ്. ലൈഫിൽ എൻ്റെ മെയിൻ ഇഷ്യൂ സർവൈവൽ മാത്രമാണ്. സോ അതിനപ്പുറം എനിക്കങ്ങനെ ഒരു ഇതില്ല. അങ്ങനത്തെ ഒരു എനിക്ക് അറിയില്ല, എൻ്റെ കുഴപ്പമായിരിക്കും അത്. അങ്ങനെ ഒരു പ്രോബ്ലി ഞാൻ അത്രയും ആംബിഷ്യസ് അല്ലാത്തതിൻ്റെ ഒരു കാരണമായിരിക്കും. സെക്കൻഡ്ലി ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനൊരു വേറെ ലെവൽ കൊണ്ടുണ്ട്. നമ്മുടെ മനസ്സിന് വളരെ ഇതായി തോന്നുന്ന ഒരു സബ്ജക്റ്റ് തീം അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റായി ചെയ്യുമ്പോഴാണ് നമുക്ക് താല്പര്യം. ഇതിപ്പോൾ ഈ സൊലേക്കുണ്ടായ ഒരു ലക്കെന്ന് വെച്ചാൽ മധു വാര്യർ ഞാനും പ്രൊഡ്യൂസ് ചെയ്യുന്നു, ദിലീപ് ഓഫ് കോഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ദിലീപ് ആക്ട് ചെയ്യുന്നു, ആ ദിലീപിൻ്റെ മാർക്കറ്റ് പൊട്ടൻഷ്യൽ നമ്മൾ എക്സ്പ്ലോർട്ട് ചെയ്യുന്നു. അതിൽ പിന്നെ കലവൂർ രവികുമാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് നറേറ്റ് ചെയ്തപ്പോൾ ഞാൻ അത് സിനിമയാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഡെവലപ്പ് ചെയ്തൊരു സാധനം. അപ്പോൾ ഒട്ടുമുതൽ നമ്മുടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്ടത്തിൻ്റെ ഭാഗമാണ് ആ പ്രോജക്റ്റ്. അതുപോലെ അങ്ങനെ വരണമെന്നില്ലല്ലോ. ഇപ്പോഴും കഥകൾ കേൾക്കുന്നുണ്ടോ? കഥകൾ കേൾക്കുന്നുണ്ട്, കഥകൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത് തന്നെ ചിലപ്പോൾ ഡയറക്റ്റ് നിന്ന് വന്നേക്കാം. ആ ഇത് സഹിക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ. കഥകൾ കേൾക്കുന്ന സമയത്ത് ഒരു സംവിധായകനായിട്ടാണോ, സിനിമാറ്റോഗ്രാഫറായിട്ടാണോ, നിർമ്മാതാവായിട്ടാണോ, എങ്ങനെയാണ് കഥകൾ കേൾക്കുന്നത്? എല്ലാമായിട്ടാണ് കേൾക്കുക. കാരണം ഇപ്പോൾ ഒരു വ്യക്തി വന്നിട്ട് അതിനകത്ത് എന്ന കഥ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്ത് ബഡ്ജറ്റാണ് വെച്ചാൽ പ്രൊഡ്യൂസറായിട്ട് തിരഞ്ഞെടുക്കും. പിന്നെ സംവിധായകനായിട്ട് വെച്ചാൽ ആ സിനിമയുടെ പോസിബിലിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. സിനിമാറ്റോഗ്രാഫർ ആകുമ്പോൾ ഓഫ് കോഴ്സ് അതേമാതിരി ടെക്നിക്കലുണ്ട്. പിന്നെ ഇതിന് വേറൊരു വെച്ചാൽ ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ഫാമിലിയിൽ ചേട്ടൻ ചന്ദ്രകുമാറൊക്കെ പ്രൊഡ്യൂസറാണ്, ഡയറക്ടറാണ്, ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല ന്യൂവാൻസസും എനിക്ക് പണ്ട് തന്നെ അറിയാം. എനിക്ക് ഏകദേശമൊക്കെ ഒരു രൂപമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ വരുമ്പോൾ ഒരു പ്രോജക്റ്റായിട്ടാണ് ഞാൻ എപ്പോഴും കാണാറുള്ളത്. അല്ലാതെ നമ്മളൊരു ഇൻഡിവിജ്വൽ നമ്മുടെ എക്സലൻസ് മാത്രം അല്ല നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും സിനിമകൾ ചെയ്യുമ്പോൾ ഡയറക്ടറോട് ഒരു ഷോട്ട് പറയുമ്പോൾ ഞാൻ എനിക്ക് തെറ്റാണെന്ന് തോന്നി ഞാൻ പറയും. പക്ഷേ ഡയറക്ടർ പറയണത് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എങ്കിൽ ഓക്കെ. അത് കാരണം അൾട്ടിമേറ്റ്ലി ഡയറക്ടറുടെ പേരിലാണല്ലോ അങ്ങനത്തെ സാധനങ്ങൾ വരുന്നത്. നമുക്ക് ഫോട്ടോഗ്രാഫി ഫ്രെയിമിൻ്റെയൊക്കെ മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അത് കൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് ഇപ്പം നിങ്ങളൊരു കഥ എന്നോട് നറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എനിക്കൊന്ന് എല്ലാ സിനിമാക്കാരും നമ്മൾ ഈ ഷീറ്റ് കളിക്കുമ്പോൾ
ചീട്ട് കളിച്ചിട്ട് രാത്രി പോയി കണ്ണടച്ചിരുന്നാലും കംപ്ലീറ്റ് ചീട്ടുകളായിരിക്കും നമ്മുടെ മുന്നിൽ. അതുപോലെ സിനിമയിലുള്ള എല്ലാവർക്കും നിങ്ങൾ കഥ അറിയുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഫ്രെയിംസ് ആയിട്ടാണ് എന്നെ കാണുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്. അതൊന്നും പല വ്യതിയാനങ്ങളും ഉണ്ടാവാം ലേറ്റോ, പക്ഷേ നമുക്കൊരു ഒരു ഒരു രൂപം കിട്ടുന്നത് അങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഈ സിനിമ നമുക്ക് ഫീസിബിൾ ആണോ അല്ലെങ്കിൽ പ്ലോസിബിൾ ആണോ എന്നൊക്കെ നമ്മൾ നോക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ എല്ലാമായിട്ടും പ്രൊഡ്യൂസർ, ഡയറക്ടർ, ഒരു പ്രേക്ഷകനായിട്ടും നമ്മുടെ സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ ആ സിനിമ എടുക്കുള്ളൂ. പ്രശസ്ത സിനിമാറ്റോഗ്രാഫറായ പി സുകുമാർ അടുത്ത് തന്നെ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു എന്ന് പറയാമോ? അടുത്ത് തന്നെ എന്ന് പറയുന്നതിന് സിനിമയിൽ വലിയൊരു മീനിങ്. നിങ്ങൾ ഏതായാലും അടുത്ത് തന്നെ വെച്ചാൽ എത്ര പീരീഡാണ് ഉദ്ദേശിക്കുന്നത്? അടുത്ത ഒരു വർഷത്തിനുള്ളിൽ. അങ്ങനെയൊന്നും ഗ്യാരണ്ടി ഒന്നുമില്ല എനിക്ക്, പക്ഷെ ചെയ്യും. ഞാൻ ചിലപ്പോൾ 3 മാസത്തിനകം തന്നെ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ എനിക്ക് ഒരു ഗ്യാരണ്ടിയും തരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പുതു നടന്മാരെ അല്ലെങ്കിൽ നടിമാരെ കാസ്റ്റ് ചെയ്യാനുള്ള കാസ്റ്റിംഗ് ഡയറക്ടർ ആരെയായിരിക്കും ഏൽപ്പിക്കുക? കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള ഒരു സാധനം ഇവിടെ സത്യത്തിൽ അത് പ്രൊഫഷണലായിട്ടുള്ള ഒരു വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആ ഒരു ഏരിയ നമുക്ക് ഇതൊക്കെ ഈ നോമൻക്ലേച്ചർ അല്ല ടെർമിനോളജീസിനെ നമുക്ക് യൂസ് ചെയ്യുമെങ്കിലും ഹോളിവുഡും നമ്മൾ തമ്മിൽ പല കാര്യങ്ങളിലും വ്യത്യാസമുണ്ട്. പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയുന്നത് തന്നെ അവർ അവർ യൂസ് ചെയ്യുന്ന ടേംസും ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടെ അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ള ഒരുവിധമൊക്കെ ഡിപ്പെൻസ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്. ഒരു കാസ്റ്റിംഗ് ഡയറക്ടറെ വെച്ച് സെലക്ട് ചെയ്ത് ചെയ്യാവുന്ന പടമാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും. അല്ല അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പം നിറയെ കുറേ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്, നല്ല ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമുക്ക് പല ലാംഗ്വേജ് എന്നുള്ള പല ഏരിയ എന്നുള്ള ആൾക്കാർ വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ അവരെ നമ്മൾ സമീപിക്കുക. അപ്പോൾ ഒരു മുൻധാരണ വെച്ചിട്ടൊന്നും ഞാൻ വർക്ക് ചെയ്യാറില്ല. അതാ ഒരു സിനിമ സംഭവിക്കുന്ന സമയത്ത് തുടക്കം അതിൻ്റെ കഥയുണ്ടാവണം, തിരക്കഥ, പിന്നെ നടന്മാരെ എല്ലാം എനിക്കോണു ഇപ്പം ചിലർ പറയാറുണ്ട് ആ ഒരു നടനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് എഴുതിയതെന്നൊക്കെ പറയാറുണ്ട്. ഈ സിനിമാറ്റോഗ്രാഫറുടെ രംഗപ്രവേശം ഏത് സമയത്താണ്? ഇതിനൊന്നും ഒരു നിയതികളില്ല. കാരണം ഞാൻ വർക്ക് ചെയ്ത പല ഡയറക്ടേഴ്സിൻ്റെ കൂടെയും ഞാൻ ജനറലി നല്ല റാപ്പോ വെക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സിനിമയുടെ തുടക്കം തൊട്ട് തന്നെ മീനിങ് ഇപ്പോൾ ഒരു റൈറ്റർ വന്നിട്ട് ഒരു ഐഡിയ പറഞ്ഞു, അത് ചെയ്യാമെന്ന് ഓക്കെ ഡയറക്ടർ സമ്മതിച്ചു, പ്രൊഡ്യൂസറും റെഡി ആയിക്കഴിഞ്ഞാൽ അന്നോട്ട് മിക്കവാറും ഞാൻ ഇൻവോൾവ് ആയിരിക്കും. കാരണം അതിൻ്റെ ഇൻ ആൻഡ് ഔട്ട് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്യുമ്പോൾ സൗകര്യമുണ്ട്. മാത്രമല്ല ആ സിനിമയ്ക്ക് നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ടാവും. അതുകൊണ്ട് മിക്ക പടങ്ങളുടെയും സ്ക്രിപ്റ്റ് ഡിസ്കഷൻ സമയത്ത് തന്നെ ഞാനുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഏകദേശം തറവായിരിക്കും. സീൻ എടുക്കുമ്പോൾ ഡയറക്ടർ വന്നിട്ട് മറ്റേ സീനിൻ്റെ കണ്ടിന്യൂ അങ്ങനെയൊന്നും പറയേണ്ടി വരാറില്ല സാറിന്. നിറയെ പേര് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ അത് നമുക്ക് കൺവീനിയൻറ്റുമാണ്, നമ്മുടെ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ട് ഞാൻ കാണുന്നത്. ഒരു സ്ക്രിപ്റ്റ് റെഡിയായതിനു ശേഷം പി സുകുമാർ തന്നെ ചെയ്താൽ മതി എന്ന് നിർബന്ധം പിടിക്കുന്ന എത്ര ഡയറക്ടേഴ്സ് ഉണ്ട്? നമുക്കത് ഒരു ക്വസ്റ്റ്യനായിട്ട് അവിടെ FK ലെവലിലൂടെയും അന്വേഷിപ്പിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണം. ഇപ്പം ഞാൻ ഒരു കാലഘട്ടത്തിൽ നിറയെ സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഞാൻ ബിസിയായി തുടങ്ങിയപ്പോൾ ഞാൻ റീപ്ലേസ് ചെയ്ത കുറേ സിനിമാറ്റോഗ്രാഫേഴ്സ്. അത് കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ട് ഞാൻ കാണുന്നത്. ഇപ്പം ഞാൻ സിനിമ ചെയ്യുന്നത് വളരെ കുറവാണ് കമ്പാരിറ്റീവ്ലി. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. കുറേ ജനറേഷൻ ഷിഫ്റ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, സിനിമയോടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട് ആൾക്കാർ. പിന്നെ നാച്ചുറലി നമ്മൾ കുറച്ച് ഓൾഡ് ടൈമേഴ്സ് ആണെന്ന് തോന്നിയതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരിക. അപ്പോൾ പിന്നെ അതിലൊന്നും എത്ര ഡയറക്ടേഴ്സ് താല്പര്യം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, പിന്നെ കുറേ ഡയറക്ടേഴ്സിന് പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ തോന്നിയാൽ പോലും പിന്നെ എനിക്ക് തരാവുന്ന തുകയുടെ പ്രശ്നമുണ്ടാവും, അവരുടെ ബഡ്ജറ്റിൻ്റെ പ്രശ്നമുണ്ടാവും, പിന്നെ എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രശ്നമുണ്ടാവും. അവർ അംഗീകരിക്കണ്ടേ എന്നെ അതൊക്കെ. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് വേണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം വരാൻ. പി സുകുമാറിൻ്റെ പേരിനോട് ചേർന്നിട്ടുള്ള ISC എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് എന്തെങ്കിലും ഡിഗ്രി ആണോ എന്തെങ്കിലും? അതിപ്പോൾ IAS IPS ഒക്കെ മാതിരി വെച്ചോളൂ, കൺസിഡർ ചെയ്യുള്ളൂ. പക്ഷെ അതല്ല സത്യത്തിൽ. ഒരു സെക്കൻഡ്, ഇതാണ് സിനിമ കാണാനുള്ള ക്യാമറയ്ക്ക് വേണ്ടി കാണിച്ചത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സ് എസ്റ്റാബ്ലിഷ് പ്രശ്നമല്ല, പ്രസക്തിയില്ലായിരുന്നു. അപ്പോൾ ഇത് തൊപ്പിയിൽ എൻ്റെ പേര് കൂടെ അടിച്ചത് കേട്ടോ. നമ്മുടെ ISC തന്നാണ്.
ഇതൊരു പ്രസ്റ്റീജിയസ് അസോസിയേഷനാണ്. ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ മറ്റേ സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ ഇതൊക്കെ ഇമാഗോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാഷണലൊക്കെ നമ്മുടെ പേര് യൂണിയനിൽ ഇതുകൂടെ ഇൻക്ലൂഡാണ്. അപ്പോൾ ഒരു ISCയുടെ മെമ്പറാകാന്ന് വെച്ചൊരു ശരിക്കൊരു പ്രസ്റ്റേജിൻ്റെ ഭാഗമായിരുന്നു. തുടക്കകാലത്ത് വളരെ സ്ട്രിക്റ്റ്, പക്ഷേ നിറയെ പേര് അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് കുറേ പേരുണ്ട്. അപ്പോൾ ഇപ്പൊ ആരെങ്കിലും അടുത്ത് വേറെ സിനിമാറ്റോഗ്രാഫർ ഇപ്പോൾ സുജിത് വാസ്തേവ് ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായിരുന്നു. അങ്ങനെ അതൊന്നും അവരുടേതല്ല. കുറച്ചു കാലം ISC ഒരു ഹോൾഡിലായിരുന്നു. എന്ന് വെച്ചാൽ അവർ മെമ്പേഴ്സിനെയൊക്കെ കുറച്ച് സെലക്ട് ചെയ്യുന്നതിനൊക്കെ ഒരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതിനായതായിട്ടുള്ള ആൾക്കാർ, ഫിറ്റായിട്ടുള്ള ആൾക്കാരെയൊക്കെ അവർ സെലക്ട് ചെയ്തു. എല്ലാ ലാംഗ്വേജിലും ഉണ്ട്, ഓൾ ഇന്ത്യ അസോസിയേഷൻ.